എല്ലാവർക്കും യുറേക്ക ക്രാഷ് കോഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. SSC CHSL എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 12-ാം തീയതി ഏപ്രിൽ നടന്ന എക്സാമിൻ്റെ അനാലിസിസ് ഇട്ടിട്ടുണ്ട്. ഇന്ന് 13-ാം തീയതി ഏപ്രിലിൻ്റെ അനാലിസിസ് ആണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, cosec x plus cot x divided by cosec x മൈനസ് കോട്ട് എക്സ് തന്നിട്ടുണ്ട്. നമുക്ക് എത്രയാണ്? 7. ഇത് 14-ാം തീയതിയിലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാവരും ചെയ്തിട്ട് പോകണം. ഇനി വരുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം ഇത് റിപ്പീറ്റ് ചെയ്യും. 14 13-ാം തീയതിയിലത്തെ അന്നത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരും ഇനിയുള്ള എക്സാമുകൾക്കൊക്കെ. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് പോകണം കേട്ടോ. പിന്നെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇതിൻ്റെ PDF നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രണ്ടിൽ ഇരുന്ന് നമ്മൾ ഈ വീഡിയോയുടെ കൂടെ അത് ചെയ്ത് നോക്കണം. ഓക്കെ, cosec x പ്ലസ് കോട്ട് എക്സ് ബൈ cosec x മൈനസ് കോട്ട് എക്സ് ഈക്വൽ ടു 7 ആണ് തന്നിരിക്കുന്നത് അല്ലേ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ ഫോമിലാണ് തന്നിരിക്കുന്നത് അല്ലേ. കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ ഫോം എന്താണ്? a പ്ലസ് ബി ഡിവൈഡഡ് ബൈ a മൈനസ് ബി നമുക്ക് എന്ത് രീതിയിൽ എഴുതാം? a ബൈ ബി എന്ന് റിവേഴ്സിൽ എഴുതാം. കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അതിൻ്റെ റിവേഴ്സും ട്രൂ ആണ് അല്ലേ. അപ്പോൾ cosec x പ്ലസ് കോട്ട് എക്സ് ഡിവൈഡഡ് ബൈ cosec x മൈനസ് കോട്ട് എക്സിനെ നമുക്ക് എന്ത് എഴുതാം? cosec x ഡിവൈഡഡ് ബൈ കോട്ട് എക്സ് എന്ന് എഴുതാം അല്ലേ. അപ്പം ഇതേപോലെ തന്നെ റൈറ്റ് സൈഡിലും വരുമില്ലേ. അപ്പോൾ റൈറ്റ് സൈഡിൽ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7/1 ആണ് അല്ലേ. 7/1 ആണെങ്കിൽ 7/1നെ ഇതേപോലെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 7/1നെ ഇങ്ങനെയല്ലേ, റിവേഴ്സ് അല്ലേ വരുന്നത്. അപ്പോൾ a പ്ലസ് ബി ബൈ a മൈനസ് ബി. അപ്പോൾ എന്ത് വരും? 7 + 1 / 7 - 1 8/6 = 4/3 എന്ന് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരും അല്ലേ. cosec x ബൈ കോട്ട് എക്സ് ആണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. cosec x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/sin x. കോട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? cos x ഡിവൈഡഡ് ബൈ sin x. അപ്പോൾ sin x മുകളിൽ വരും അല്ലേ. ഇതിലൂടെ ക്യാൻസലായി 1/cos x അഥവാ cos x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? cos x = 3/4 എന്ന് വരും. cos x = 3/4 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടി. നമ്മൾ അപ്പം തന്നെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുക. cos x-ൻ്റെ വാല്യൂ അതിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യുക. cos x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണല്ലേ. അപ്പോൾ 3/4. അപ്പോൾ ഈ സൈഡ് എത്ര വരും? എത്രയാണ്? √16 - 9 എന്ന് വരും. √7 എന്ന് വരും അല്ലേ. ഇനി നമ്മളോട് എന്താണ് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്? 4 sin² x + 1 ഡിവൈഡഡ് ബൈ 4 sin² x - 1. 4 sin² x + 1 ഡിവൈഡഡ് ബൈ 4 sin² x - 1. അപ്പോൾ ഈ ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് sin x കിട്ടും അല്ലേ. sin x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ √7/4 എന്ന് വരും. അപ്പോൾ 4 × sin² x എന്ന് പറയുമ്പോൾ √7/4ൻ്റെ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 7/16. ഓക്കെ അല്ലേ. കൂടെ എഴുതി പോകണം കേട്ടോ. 4/16 ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? 7/4 + 1 ഡിവൈഡഡ് ബൈ താഴെ അത് തന്നെയല്ലേ വരുന്നത്. അപ്പോൾ അത് നമ്മൾ എഴുതണ്ടല്ലോ. 7/4 - 1 അല്ലേ. 7/4 + 1 എന്ന് പറയുമ്പോൾ 7 + 4 11/4 വരും. 7/4 - 1 എന്ന് പറയുമ്പോൾ 7 - 4 3/4 എന്ന് വരും. താഴെയുള്ള 4ഉം 3/4ൻ്റെ 4 കൂടെ കട്ടായി പോയിട്ട് എന്ത് ആൻസർ വരും? 11/3 എന്ന ആൻസർ വരും. ഓക്കെ, ഇച്ചിരി കാൽക്കുലേഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും കാൽക്കുലേഷൻ ചെയ്യണം. പക്ഷേ നമ്മളിതൊരു 1-1.5 മിനിറ്റിനുള്ളിൽ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇത്രയും കാൽക്കുലേഷനൊക്കെ സിമ്പിളായിട്ട് തീർക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രിഗ്നോമെട്രി എന്നായിരുന്നു അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൾജിബ്ര എന്നാണ്. അഡ്വാൻസ് മാത്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യനും വരുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു. 3u + 2v തന്നിട്ടുണ്ട്. എത്രയാണ്? 7 അല്ലേ. uv = 2 എന്ന് തന്നിട്ടുണ്ട്. അടുത്ത നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 3u - 2v ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഡയറക്റ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു ഫോമുല, അതങ്ങ് ചെയ്താൽ മതി. 3u - 2v ² = എന്ത് എഴുതാം നമുക്ക്? 3u + 2v² - 24uv.
അല്ലേ, -24 UV. അതെങ്ങനെയാണ് 3U + 2V? നമുക്ക് ഈ സാധനം വരുന്നത് എങ്ങനെയാണ്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ A+B² അതിനകത്താണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A - B² = നമുക്ക് എന്തെഴുതാം? A+B² - 4AB എന്ന് വരും അല്ലേ. ഇവിടെ എയും ബിയും അല്ല, ഇവിടെ എന്താണ്? എയ്ക്കും ബിക്കും സ്ഥാനത്ത് 3Uവും ബിയുടെ സ്ഥാനത്ത് എന്താണ്? 2Vയും അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? 4 × 3U × 2V. അപ്പോൾ 4 × 12 × 2 24UV എന്ന് വരും. ബാക്കിയൊക്കെ സെയിം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിൽ മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ 3U - 2V² = 3U + 2V² എന്ന് പറയുമ്പോൾ 7ൻ്റെ സ്ക്വയർ 40 - 9 - 24 × UV തന്നിട്ടുണ്ട് നമുക്ക് എത്രയാണ്? 2. അപ്പോൾ 49 - 48 എന്ന് വരും. ആൻസർ ഈസ് 1. സോ 3U - 2V എത്രയാണ്? √1. √1 എത്ര തന്നെയാണ്? 1 തന്നെ. സോ ആൻസർ ഈസ് 1. ആൾജിബ്രയിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ ആൾജിബ്രയിലെ ഈ പാറ്റേൺ ഒക്കെ നമ്മൾ ആൾജിബ്രയുടെ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യും കേട്ടോ, ഒന്നുകൊണ്ട് പേടിക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ പെർസെൻറ്റേജിൽ നിന്നാണ് അല്ലേ. എ ഗേൾ സ്പെൻഡ് 35% ഓൺ എഡ്യൂക്കേഷൻ. 35%, 35% അവൾ എഡ്യൂക്കേഷന് വേണ്ടി ചിലവാക്കി അല്ലേ. 20% ഫുഡിന് വേണ്ടി ചിലവാക്കി. അപ്പം നല്ല പെണ്ണ. നമ്മളൊക്കെ എന്താണ് ചെയ്യാറ്? എഡ്യൂക്കേഷനെക്കാട്ടി കൂടുതലും ഫുഡിനാണ് ചിലവാക്കാറ് അല്ലേ. 35% എഡ്യൂക്കേഷന് ചിലവാക്കി, 20% ഫുഡിന് ചിലവാക്കി. അപ്പം ടോട്ടൽ എത്രയായി? ഓൾറെഡി അപ്പോൾ 55% ചിലവായി കഴിഞ്ഞു അല്ലേ. ബാക്കി അപ്പോൾ റിമൈനിങ് എത്ര ഉണ്ടാവും? ടോട്ടൽ നമ്മൾ 100% ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം റിമൈനിങ് എത്ര ഉണ്ടാവും? 55% ചിലവായി. അപ്പോൾ റിമൈനിങ് എത്രയാണ്? 45% അല്ലേ. 45%. അപ്പോൾ 45% ആണ് അവൾ സേവ് ചെയ്യുന്നത്. ആ സേവ് ചെയ്യുന്ന തുക നമുക്ക് തന്നിട്ടുണ്ട്. 45% = എത്രയാണ് തന്നേക്കുന്നത് ക്വസ്റ്റിനകത്ത്? 13,500. അപ്പം 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 300 അല്ലേ. അപ്പം നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ടോട്ടൽ എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ 100%. 100% എന്ന് പറയുമ്പോൾ ആൻസർ ഈസ് 3,000. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ സ്മോളസ്റ്റ് 6-digit നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 71. ഫൈൻഡ് ദ സ്മോളസ്റ്റ് 6-digit നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 71. നോർമലി നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് 6-digit നമ്പർ എടുത്തിട്ട് 71 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ റിമൈൻഡറൊക്കെ സബ്ട്രാക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അത്രയും ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഡിവിസിബിലിറ്റി വെച്ച് തന്നെ അപ്ലൈ ചെയ്യാം. അതായത് 71 ആണ് അല്ലെ, 6-digit നമ്പറാണ്. അപ്പോൾ നമുക്ക് 5-digit നമ്പറായിട്ട് 71ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് 71,000 എന്ന് എഴുതാമല്ലോ. കാരണം 71,000 വരെയും 71ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലേ. ഈ നമ്പറിനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഒരു 6-digit നമ്പറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ 71,000 ഓൾറെഡി ആയി. ഇനി നമുക്ക് എത്ര കൂട്ടണം? 71,000 ആയി. ഒരു 7,100 കൂട്ടാം, അത് മൾട്ടിപ്പിൾ ആണ് അല്ലേ. അടുത്തത് ഒരു 7,100, ഇതെല്ലാം മൾട്ടിപ്പിൾ ആണ്. 71ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇപ്പോൾ എത്ര ആയി കാണും? 71, 7, 78, 7, 85, 7, 92 അല്ലേ. ഒരു 92ഉം ഒരു 7,100 കൂട്ടി എത്ര ആവും? 0, 1, 2, 3, 4, 7, 14, 21, 28, 1, 29, 7, 2, 9, 99400 അല്ലേ. 99400, അതായത് 6-digitൻ്റെ അടുത്തായി. പ്ലസ് നമുക്കൊരു എത്രയും കൂടെ കൂട്ടേണ്ടി വരുമായിരിക്കും. ഒരു 710 കൂടെ കൂട്ടിയാൽ മതി. 0, 1, 7, 4, 11, 9, 1, 10, 9, 1, 10. അപ്പോൾ 6-digit നമ്പർ നമുക്ക് കിട്ടി. ദിസ് ഈസ് ദ ലീസ്റ്റ് 6-digit നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 71 അല്ലേ. 100,110. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നാണല്ലേ. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ. അയ്യോ, 4:7 റേഷ്യോ ആണ്. വൈറ്റും ബ്ലാക്ക് ബോളും. വൈറ്റ് ബോൾ തന്നിട്ടുണ്ട്, ബ്ലാക്ക് ബോൾ തന്നിട്ടുണ്ട്. എന്താണ് റേഷ്യോ പറഞ്ഞിരിക്കുന്നത്? 4:7 എന്നാണ് റേഷ്യോ പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾ തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ പിന്നെ എളുപ്പമായില്ലേ. എത്രയാണ്? 280 ബോൾ തന്നിട്ടുണ്ട്. 7 പാർട്ടാണ് 280 അല്ലേ. അപ്പോൾ ഒരു പാർട്ട് എന്ന് പറയുമ്പോൾ എത്ര വരും?
എത്ര വരും? 40 അല്ലേ? അപ്പോൾ ഒരു പാർട്ട് 40 ആണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്ന വൈറ്റ് ബോളുകളുടെ എണ്ണം അല്ലേ? ഫൈൻഡ് ദ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ്. വൈറ്റ് ബോൾ എന്ന് പറയുമ്പോൾ 4 × 40. ആൻസർ എത്ര ആയിരിക്കും? 160. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. എല്ലാവർക്കും നന്നായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റും. പാനിക് ആവാതെ എളുപ്പം കൂളായിട്ട് പോയി എക്സാം എഴുതിയാൽ മതി കേട്ടോ. അടുത്ത, ബൈ സെല്ലിംഗ് 92 ആർട്ടിക്കിൾസ് ദ പ്രോഫിറ്റ് മെയ്ഡ് ഈസ് ഈക്വൽ ടു ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് 12 ആർട്ടിക്കിൾസ്. ഫൈൻഡ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 92 ആർട്ടിക്കിൾ സെല്ലിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് തന്നിരിക്കുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസിലാണ് അല്ലേ? അപ്പോൾ സെല്ലിംഗ് പ്രൈസിന് നമുക്ക് 1 രൂപ നമുക്ക് കൊടുക്കാം. ഒരു ആർട്ടിക്കിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് 1 രൂപ. ഓക്കെ, തേൻമിഠായി ആണെന്ന് വെച്ചോ. അപ്പോൾ 1 രൂപ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 1 രൂപ. 92 തേൻമിഠായി വിറ്റ് കഴിഞ്ഞ് എത്ര രൂപ കിട്ടും നമുക്ക് സെല്ലിംഗ് പ്രൈസ്? എത്രയായിരിക്കും സെല്ലിംഗ് പ്രൈസ്? 92 രൂപ അല്ലേ? അതുപോലെ തന്നെ ക്വസ്റ്റിനകത്ത് എത്ര പറഞ്ഞേക്കുന്നത്? നമുക്ക് സെല്ലിംഗ് പ്രൈസ് 12 ആർട്ടിക്കിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയല്ലേ? ഇപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? പ്രോഫിറ്റ് ഈക്വൽ ടു 12 റുപ്പീസ് ആയിരിക്കും അല്ലേ? സെല്ലിംഗ് പ്രൈസ് 92 റുപ്പീസ്, പ്രോഫിറ്റ് 12 റുപ്പീസ്. കോസ്റ്റ് പ്രൈസ് എത്ര ആയിരിക്കും എന്നോടൊന്ന് പറഞ്ഞേ. എത്രയായിരിക്കും? 80 ആയിരിക്കും അല്ലേ? കാരണം എന്താണ്? സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണല്ലേ? അല്ലെങ്കിൽ പ്രോഫിറ്റ് ഈക്വൽ ടു എന്താണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് അല്ലേ? ഇത് ബേസിക് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ബേസ് ആണ് ഈ പറഞ്ഞത് അല്ലേ? അപ്പം കോസ്റ്റ് പ്രൈസ് 80 ആണെന്ന് കിട്ടി, പ്രോഫിറ്റ് 12 ആണെന്ന് കിട്ടി. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പാടുണ്ടോ? കാരണം പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ്, പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റ് എത്രയാണ്? 12. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 80 ഇൻറ്റു 100 എത്ര വരും? 10 ഇതൂടെ ക്യാൻസലായി. 5, 4, 60/4 അല്ലേ? 60/4 എന്ന് പറയുമ്പോൾ 30/2, 15%. 15%. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്? പെരിമീറ്റർ ഓഫ് റോംബസ് തന്നിട്ടുണ്ട് 148 സെൻറ്റിമീറ്റർ അല്ലേ? പെരിമീറ്റർ ഓഫ് റോംബസ്, ഒരു റോംബസ് തന്നിട്ടുണ്ട്, അതിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് 148 സെൻറ്റിമീറ്റർ. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? ഒരു ഡയഗണൽ തന്നിട്ടുണ്ട് 24 സെൻറ്റിമീറ്റർ. എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് റോംബസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ റോംബസിൻ്റെ പ്രത്യേകത എന്താണ്? റോംബസിന് 4 സൈഡ്സും ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ പെരിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സൈഡ്സ് കണ്ടുപിടിക്കാം. പെരിമീറ്റർ എത്രയാണ് തന്നിരിക്കുന്നത്? 148 സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്റർ. പെരിമീറ്റർ ഈക്വൽ ടു 148 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? 148 ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും അല്ലേ? 3, 12, 28, 37 സെൻറ്റിമീറ്റർ എന്ന് വരും. അപ്പോൾ റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ആയിരിക്കും. അറിയാത്തവർ നോട്ട് ചെയ്ത് വെച്ചോ. ഡയഗണൽസ് എന്തായിരിക്കും പ്രത്യേകത? ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യും. ബൈസെക്റ്റ് ചെയ്യുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രിയിലായിരിക്കും ബൈസെക്റ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? വൺ ഓഫ് ദ ഡയഗണൽസ് തന്നിട്ടുണ്ട് 24 സെൻറ്റിമീറ്റർ. അതായത് നമുക്ക് ഒരു സൈഡ് ഇപ്പോൾ അറിയാം 37 സെൻറ്റിമീറ്റർ അല്ലേ? പിന്നെ ഡയഗണൽ തന്നിട്ടുണ്ട് 24 സെൻറ്റിമീറ്റർ. അതായത് ഒരു ഡയഗണൽ 24 ആണ്. ഞാനിപ്പോൾ പറഞ്ഞു എന്താണ്? ഡയഗണൽ പെർപെൻഡിക്കുലറായിട്ട് ബൈസെക്റ്റ് ചെയ്യും. പെർപെൻഡിക്കുലറായിട്ട് ബൈസെക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. ഇതിനിടയ്ക്ക് കിടക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? അതാണ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. ബൈസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 24 ആണ് തന്നിരിക്കുന്നതെങ്കിൽ എത്ര ആയിരിക്കും? ഇത് 12 ആയിരിക്കും, ഈ സൈഡ് 12 ആയിരിക്കും അല്ലേ? അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഇത് 12 സെൻറ്റിമീറ്റർ, ഇത് 37 സെൻറ്റിമീറ്റർ, ഇത് 90 ഡിഗ്രി. അപ്പോൾ ഈ സൈഡ് എത്രയായിരിക്കും? നമുക്കറിയാം 12, 35, 37 എന്താണ്? ട്രിപ്ലറ്റ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ട്രിപ്ലറ്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ് കാണണം, താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആ ക്ലാസ് കാണുമ്പോൾ ട്രിപ്ലറ്റ്സ് എല്ലാം നിങ്ങളൊന്ന് എഴുതി നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് 12 സെൻറ്റിമീറ്റർ, ഇത് 37 സെൻറ്റിമീറ്റർ, ഇതപ്പോൾ എത്രയായിരിക്കും? 35 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കിട്ടി. ഈ ഡയഗണൽ എത്രയായിരിക്കും? ഇത് 35 ആണെങ്കിൽ ഇതും 35 ആയിരിക്കും അല്ലേ? അപ്പോൾ ടോട്ടൽ ഡയഗണൽ എത്ര വന്നു? D2 എന്ന് കൊടുക്കാം. ഡയഗണൽ ഈക്വൽ ടു 70 സെൻറ്റിമീറ്റർ എന്ന് വന്നു. ഈ ഡയഗണൽ നമുക്ക് ഓൾറെഡി അറിയാം എത്രയാണ്? D1 ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ. രണ്ട് ഡയഗണലും കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദ റോംബസ് കണ്ടുപിടിച്ചൂടെ? എന്താണ് ഫോർമുല? ഏരിയ ഓഫ് ദ റോംബസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? അതെ, ഏരിയ ഓഫ് ദ റോംബസ് ഈക്വൽ ടു എന്താണ് ഫോർമുല?
രണ്ട് ഡയഗണൽസും അറിയാമെങ്കിൽ എന്തായിരിക്കും ഏരിയ ഓഫ് ദ റോംബസിൻ്റെ ഫോർമുല? ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2. ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു 70 ഇൻറ്റു 24. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 ഇൻറ്റു 7 എത്രയാണ്? 840 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും ആൻസർ. സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും ആൻസർ. ഓക്കെ ആണേ? ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSC CHSL പോയ എല്ലാവർക്കും ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഈ എക്സാമിന് പോകുന്ന എല്ലാവരും ഈ വീഡിയോ കാണട്ടെ. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു 2 മാർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വില നമുക്ക് പിന്നീട് മനസ്സിലാവും. കാരണം ഒരു 2 മാർക്കിന് എനിക്കൊരു ജോലി പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ മാർക്കും നമുക്ക് എക്സാമിന് ഭയങ്കര വിലപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2 സക്സസീവ് ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സെല്ലിംഗ് പ്രൈസ് വന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുക അല്ലേ? ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ഈക്വൽ ടു നമ്മൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്തിലാണ് ചെയ്യുന്നത്? മാർക്കറ്റ് പ്രൈസിലാണല്ലേ ചെയ്യുന്നത്. മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ ഇത്രയും ഒരു ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം എക്സാമിന് പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത്. ബിഗിനേഴ്സ് ആണെങ്കിൽ അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അവരെന്ത് ചെയ്യുക? ഈ ക്ലാസ് വാങ്ങുക. അതിനകത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ബേസിൽ നിന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം 2 സക്സസീവ് ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. 25%, 38%. 25% ഈക്വൽ ടു എത്രയാണ് ഫ്രാക്ഷൻ? 1/4 അല്ലേ? അപ്പോൾ 1/4 ആണെങ്കിൽ എത്രയായിരിക്കും? 4-ൽ നിന്ന് 3 ആയി. കാരണം ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്? കുറയുവാണല്ലേ. അപ്പം 4 പാർട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എത്രയായി? 3 പാർട്ടായി. ഇനി എന്താണ് തന്നിരിക്കുന്നത്? 38% ഡിസ്കൗണ്ട്. 38% എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 38/100. ഒന്ന് 2-ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2-ന് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുമല്ലേ. അപ്പം 19/50 എന്ന് വരും. അപ്പോൾ 50 ആയിരുന്നെങ്കിൽ 19 കുറഞ്ഞിട്ട് ഇപ്പോൾ എത്ര ആയി? 31 ആയി അല്ലേ. അപ്പം 4 × 50 200 ഈസ് ടു 31 × 3 93 എന്ന റേഷ്യോ വരും അല്ലേ. 200 ഈസ് ടു 93 എന്ന റേഷ്യോ വരും. ഇതെന്താണ് റേഷ്യോ? 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസും 93 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെല്ലിംഗ് പ്രൈസുമാണ് അല്ലേ. അപ്പം നമുക്ക് എന്താണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത്? 372. അതായത് 93 പാർട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്രയാണ്? 372. അപ്പോൾ ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 4 അല്ലേ. ഒരു പാർട്ട് 4 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിസ്കൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. മാർക്കറ്റ് പ്രൈസ് ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും? മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു 200 × 4 ഈസ് ഈക്വൽ ടു 800. ഓക്കെ, ഇനി ഡിസ്കൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് മാർക്കറ്റ് പ്രൈസ്, ഇതാണ് സെല്ലിംഗ് പ്രൈസ് എങ്കിൽ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. അപ്പം 200 - 93 എത്ര വരും? 200 - 93 എത്ര വരും? 93 കുറച്ച് കഴിഞ്ഞാൽ 107 അല്ലേ. അപ്പം 107 × 4 എന്ന് വരും. 428 ആണ് ഡിസ്കൗണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ പേഴ്സൺ കവർ ഹാഫ് ദ ഡിസ്റ്റൻസ് അറ്റ് 24 km/h ആൻഡ് റിമൈനിങ് അറ്റ് 32 km/h. ബൈ ഹിം ഈസ് ദ ടോട്ടൽ ടൈം ടേക്കൺ ബൈ ഹിം ഈസ് 7 hours അല്ലേ. അതായത് ഒരു പേഴ്സൺ ഉണ്ട്. ഒരു പേഴ്സൺ എന്ത് ചെയ്തു? പകുതി ദൂരം എന്ത് ചെയ്തു? നമുക്ക് 24 km/h പോയി. അത് കഴിഞ്ഞിട്ടുള്ള പകുതി ദൂരം എന്ത് ചെയ്തു? 32 km/h പോയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടൈം ടേക്കൺ മൊത്തം അവനെടുത്ത സമയത്താണ് 7 മണിക്കൂർ തന്നിട്ടുണ്ട്. ടോട്ടൽ ഡിസ്റ്റൻസ് അവൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നാണ് ചോദിച്ചത്. ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഡിസ്റ്റൻസ് പല രീതിയിൽ ചെയ്യാം. നമുക്ക് ഒരു ആദ്യത്തെ മെത്തേഡ് പറയാം. അതായത് ഫസ്റ്റ് ഞാൻ ഡിസ്റ്റൻസ് D എന്നെടുത്തു. അതായത് ഈ ഡിസ്റ്റൻസ് ആണല്ലോ. ഈ ഡിസ്റ്റൻസ് ഞാൻ D എന്നെടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്റ്റൻസ് D കവർ ചെയ്യാൻ അവൻ എത്ര സമയം എടുത്തു? D/24. കാരണം എന്താണ്? ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. അപ്പോൾ ആദ്യമേ 24 km/h അവൻ പോയി അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് ചെയ്തത്? പിന്നെ അടുത്ത റിമൈനിങ് ഹാഫ്, ഈ ഹാഫ് ഡിസ്റ്റൻസിന് ഞാൻ D എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 32 km/h പോണത്. അപ്പം D/32 ടൈം എടുക്കും അല്ലേ. ഇതാണല്ലേ ടോട്ടൽ അവർ 7 അവർ.
അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി കണ്ടുപിടിച്ചൂടെ? ഡി ഈക്വൽ ടു എന്ത് വരും? ഡി ഈസ് ഈക്വൽ ടു 32D + 24D എത്രയാണ്? 30. 56D ബൈ 24 × 32 ഈക്വൽ ടു 7. 7ഉം 56 കൂടെ കട്ട് ചെയ്താൽ 8. ഡി ഈസ് ഈക്വൽ ടു എത്ര വരും? 24 × 32 ഡിവൈഡഡ് ബൈ 8. 8ഉം 24 കട്ട് ചെയ്താൽ 3. 3 × 32 ഈക്വൽ ടു 96 കിലോമീറ്റർ എന്ന് വരും. ഓക്കെ, 96 കിലോമീറ്റർ എന്ന് വരും. അടുത്ത റേഷ്യോ മെത്തേഡിൽ പറയാം. റേഷ്യോ മെത്തേഡ് കാരണം എന്താണ്? ഇവിടെ രണ്ടും ഡിസ്റ്റൻസ് സെയിം ആണ് അല്ലേ? ഡിസ്റ്റൻസ് നമുക്ക് എന്താണ്? സെയിം ആണ്. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമുക്ക് വെലോസിറ്റിയുടെ റേഷ്യോ അല്ലെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ എന്ത് എഴുതാം? 24:32 ആണല്ലേ സ്പീഡിൻ്റെ റേഷ്യോ. 24:32 8ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 3:4 എന്ന് വരും. ഡിസ്റ്റൻസ് ഈക്വൽ ടു നമ്മുടെ ഫോമുല എന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? ഡിസ്റ്റൻസ് അപ്പം സെയിം ആണെങ്കിൽ വെലോസിറ്റിയുടെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിൻ്റെ എന്തായിരിക്കും? ഇൻവേഴ്സ് ആയിരിക്കും അല്ലേ? അപ്പം ടൈമിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 4:3 എന്ന് വരും. ടോട്ടൽ ടൈം നമുക്ക് ഓൾറെഡി അറിയാം. എത്ര മണിക്കൂറാണ്? 7 മണിക്കൂറാണ്. 7 മണിക്കൂറിനെ 4:3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൊച്ചു കുട്ടികൾക്കും അറിയാം ഇത് 4 മണിക്കൂർ, ഇത് 3 മണിക്കൂർ അല്ലേ? അപ്പോൾ ഇത് 4 മണിക്കൂർ, ഇത് 3 മണിക്കൂറും ആണെങ്കിൽ ഇവൻ 24 km/h പോകുന്നു, ഇവൻ 32 km/h പോകുന്നു. നിങ്ങൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. 24 × 4 32 × 3. അപ്പോൾ എത്ര വരും? 32 × 3 96. 24 × 3 24 × 4 96. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടണം കേട്ടോ, കാരണം രണ്ട് ഡിസ്റ്റൻസും നമ്മൾ കൂട്ടണം. 96 + 96 192 കിലോമീറ്റർ ഈസ് ദ ആൻസർ. നേരത്തെ ഞാൻ ആ 192 കിലോമീറ്റർ പറഞ്ഞില്ല. അതായത് ആ 96 + 96 കൂടെ കൂട്ടണം, കാരണം 2 കിലോമീറ്ററും വേണ്ടേ. ഈ ഡിയും കൂടെ കൂട്ടണം, കാരണം എന്നാലേ 192 കിലോമീറ്റർ വരുള്ളൂ കേട്ടോ. അടുത്ത ആൾജിബ്രയിലെ ക്വസ്റ്റ്യൻ ആണ് 10. എന്താണ് പറഞ്ഞിരിക്കുന്നത്? a + b + c = 5 തന്നിട്ടുണ്ട്. a² + b² + c² = 185 എന്ന് തന്നിട്ടുണ്ട്. ab + bc + ac ആണ് ചോദിച്ചിരിക്കുന്നത്. ആ ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഓപ്ഷൻ തിരുത്തിയേക്കുക, കാരണം ഇത് മെമ്മറി ബേസ്ഡ് ആണ്, നിങ്ങൾക്കറിയാം. അപ്പം നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ സംഘടിപ്പിക്കുന്നത് തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പം ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കുക കേട്ടോ. അതായത് a + b + c = 5 തന്നിട്ടുണ്ട്. a² + b² + c² 185 തന്നിട്ടുണ്ട്. ab + bc + ac ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഫോമുല എന്താണ്? a + b + c the whole square equal to a² + b² + c² + 2ab + 2bc + 2ac അല്ലേ? അപ്പം നമ്മുടെ ഫോമുലയ്ക്കകത്തുനിന്ന് ab + bc + ac ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് വരും? 25 = 185 ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും വലിച്ചു വാരി എഴുതരുത്. എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനത്തിനെ കണ്ടുപിടിക്കേണ്ട സാധനം k എന്ന് കൊടുക്കുക. അപ്പം 25ഉം 185ഉം കട്ട് ചെയ്താൽ -160 = 2k എന്ന് വരും. k = -80 എന്ന് വരും. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. ഓപ്ഷൻ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അടുത്ത സർക്കിളിലെ ക്വസ്റ്റ്യൻ ആണല്ലേ. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇഫ് എ ബി ആൻഡ് സി ഡി ആർ 2 കോഡ്സ് ഓഫ് എ സർക്കിൾ ഇൻ്റർസെക്റ്റ് അറ്റ് പോയിന്റ് ഇ. എ ബിയും സി ഡി എന്ന് പറയുന്ന 2 കോഡ്സ് ആണ് സർക്കിളിൻ്റെ, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു ഇയിൽ. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? സി ഇ ബി ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 125 ഡിഗ്രി. നമുക്കൊന്നിപ്പോൾ വരച്ചു നോക്കാം. എ ബി ആൻഡ് സി ഡി ആർ 2 കോഡ്സ്. എ ബി സി ഡി 2 കോഡ്സ് ഇൻ്റർസെക്റ്റ് അറ്റ് ഇ. ഇത്ര ഓക്കെ ആണല്ലോ. സി ഇ ബി തന്നിട്ടുണ്ട്. സി ഇ ബി ഈ ആംഗിൾ തന്നിട്ടുണ്ട്. എത്രയാണ്? 125 ഡിഗ്രി. ദെൻ ഇ ബി ഡി, ഇ ബി ഡി ഈ ആംഗിൾ അല്ലേ, ഈ ആംഗിൾ തന്നിട്ടുണ്ട്. എത്രയാണ്?
28 ഡിഗ്രി. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? BAC ആണ് കണ്ടുപിടിക്കേണ്ടത്. BAC ഈ ആംഗിൾ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? EBD ഈക്വൾ ടു 28 ഡിഗ്രി. ഇതാണ് തന്നിരിക്കുന്നത് അല്ലേ? EBD ഈക്വൾ ടു 28 ഡിഗ്രി. കണ്ടുപിടിക്കേണ്ട ആംഗിളാണ് BAC ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നോക്കിക്കോ, BAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആക്ച്വലി എന്താണ്? BC എന്ന് പറയുന്ന കോഡ് സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് അല്ലേ? BC എന്ന് പറയുന്ന കോഡ് സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്. അപ്പോൾ അതേ BC തന്നെ സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് BDCയും. അതും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ ആംഗിൾ സെയിം ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ആംഗിൾ കണ്ടുപിടിച്ചാലും മതിയല്ലേ? ഈ ആംഗിൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഇങ്ങോട്ട് നോക്കിയേ, ഇതൊരു ട്രയാങ്കിൾ കാണുന്നുണ്ടോ? ഇതിനകത്ത് ഈ ആംഗിളും ഈ ആംഗിളൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടില്ലേ? അപ്പം ഇത് 28 ഡിഗ്രി ആണെങ്കിൽ ഇത് 125 ഡിഗ്രി ആണ്. നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിച്ചൂടെ? എക്സ്റ്റീരിയർ ആംഗിൾ തീറ്റ ആയിക്കൊണ്ട് എത്ര വരും? 125 മൈനസ് 28. 25 പോയി കഴിഞ്ഞാൽ ഓൾറെഡി 100, 3 കൂടെ പോവും, 97 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ ആൾജിബ്ര എന്നാണല്ലേ? 2x² മൈനസ് 6x പ്ലസ് 1 ഈക്വൾ ടു 0. എന്താണ് ചോദിച്ചിരിക്കുന്നത്? x² പ്ലസ് 1/4x². ആൾജിബ്രയിൽ നിന്ന് ഇതുപോലത്തെ ചോദ്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തായിരുന്നു. ഇത് ഷുവർ ആണ് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒരു പ്രതീക്ഷിച്ചോ 2 മാർക്ക് കേട്ടോ. അതായത് 2x² മൈനസ് 6x പ്ലസ് 1 ഈക്വൾ ടു 0 എന്നിട്ടുണ്ട്. x² പ്ലസ് 1/4x² ആണ് കണ്ടുപിടിക്കേണ്ടത്. ജസ്റ്റ് ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു എക്സ് കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. എന്ത് വരും? എക്സ് കൊണ്ടല്ല, നമ്മൾ 2x കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. കാരണം 2x ആണ് നമുക്ക് ഇവിടെ കിടക്കേണ്ട സാധനം അല്ലേ? 2xനെ സ്ക്വയർ ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2x കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. 2x കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എക്സ് മൈനസ് 6xനെ 2x കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 3 അല്ലേ? പ്ലസ് 1/2x ഈക്വൾ ടു 0 എന്ന് വരും. അതായത് നമുക്ക് x പ്ലസ് 1/2xൻ്റെ വാല്യൂ കിട്ടി. എത്രയാണ്? 3 എന്ന് കിട്ടി അല്ലേ? x പ്ലസ് 1/2x 3 ആണെങ്കിൽ x² പ്ലസ് 1/4x² കണ്ടുപിടിക്കാൻ അറിയാമോ? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ആൾജിബ്രയിൽ. എന്താണ്? എങ്ങനെയാണ്? ax പ്ലസ് b/x ഈക്വൾ ടു k ആണെങ്കിൽ a²x² പ്ലസ് b²/x² ഈക്വൾ ടു എന്താണ്? k² മൈനസ് 2ab അല്ലേ? അപ്പം ഇതുപോലെയാണ് ഇത് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ x പ്ലസ് 1/2x ഈക്വൾ ടു 3. ഇതേ ഫോർമാറ്റ് അല്ലേ? നിങ്ങളൊന്ന് നോക്കിയേ അല്ലേ? അപ്പം x² പ്ലസ് 1/4x² എന്ന് പറയുമ്പോൾ എന്ത് വരും? k² 3² 9 മൈനസ് 2 ഇൻറ്റു a ഇൻറ്റു b. എയും ബിയും എന്തായിരുന്നു? കോഎഫിഷ്യൻ്റ്. ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് എന്താണ്? 1. ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് എന്താണ്? 1/2. 2 ഇൻറ്റു 1/2 9 മൈനസ് 1 8 ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് സംഭവമൊന്നുമില്ല. 99,000 സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, നമുക്ക് മന്ത്സ് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രിൻസിപ്പിൾ ഇൻറ്റു റേറ്റ് ഇൻറ്റു ടൈം ബൈ 100. ഈ ഫോമുല ജസ്റ്റ് ഇട്ട് നോക്കിയാൽ മതി. സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് കോട്ട് തീറ്റ ഈക്വൽ ടു √2 + 1. കോട്ട് തീറ്റ തന്നിട്ടുണ്ട് √2 + 1. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കൊസീക് തീറ്റ ഇൻറ്റു സീക് തീറ്റ അല്ലേ? കൊസീക് തീറ്റ ഇൻറ്റു സീക് തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. എഗെയിൻ ട്രിഗണോമെട്രി. സിമ്പിളാണ് ട്രിഗണോമെട്രി. ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. കോട്ട് തീറ്റ ഈക്വൽ ടു √2 + 1 എന്ന് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അപ്പം തന്നെ ട്രയാങ്കിൾ വരയ്ക്കുക. √2 + 1നെ നമുക്ക് √2 + 1/1 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ കോട്ട് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ കോട്ട് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോട്ട് തീറ്റ ഈക്വൽ ടു
അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇത് √2 + 1 ഇത് 1 ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഹൈപ്പോട്ടിന്യൂസ് ഈക്വൽ ടു √2 + 1 the whole square + 1 square അല്ലേ. അപ്പോൾ എന്ത് വരും? 2 + 1 3 + 2 √2 + 1 എന്ന് വരും. √4 + 2 √2 എന്ന് വരും. 4 + 2 √2 എന്ന് വരും. √4 + 2 √2 എന്ന് വരും. ഓക്കെ, ഇത്രയും ഡൗട്ടൊന്നുമില്ലല്ലോ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കൊസീക് തീറ്റ ഇൻറ്റു സീക് തീറ്റ ആണ് അല്ലേ. കൊസീക് തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് വരും? സൈൻ തീറ്റ ഈക്വൽ ടു 1/√2 + 1 ആണല്ലേ. സൈൻ തീറ്റ ഈക്വൽ ടു 1/4 + 2 √2 ആണ്. അപ്പോൾ കൊസീക് തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് വരും? √4 + 2 √2/1 അല്ലേ. അടുത്ത എന്താണ്? സീക് തീറ്റ. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2 + 1 ഈ സാധനമാണ്. അപ്പം സീക് തീറ്റ എന്ന് പറയുമ്പം ഹൈപ്പോട്ടിന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ. അപ്പം √4 + 2 √2 ഡിവൈഡഡ് ബൈ √2 + 1 എന്ന് വരും. അപ്പം ഇതും റൂട്ടും ആകുമ്പോൾ എന്താവും? റൂട്ട് അങ്ങ് ക്യാൻസൽ ആയി പോകും. കാരണം എന്താണ്? √a × √a ഈക്വൽ ടു എന്താണ്? a ആണ് അല്ലേ. അപ്പം 4 + ഫൈനലി എന്ത് വരും? 4 + 2 √2 ഡിവൈഡഡ് ബൈ √2 + 1 എന്ന് വരും. അപ്പോൾ ഈ മേളിനകത്തുനിന്ന് നമ്മളൊരു 2 √2 ഇങ്ങ് വലിച്ച് പുറത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? 2 √2 × √2 + 1 എന്ന് ന്യൂമറേറ്ററിലും വരും, √2 + 1 എന്ന് ഡിനോമിനേറ്ററിലും വരും. ക്യാൻസൽ ആയിട്ട് സോ ഫൈനൽ ആൻസർ വിൽ ബി 2 √2. ഓക്കെ, ഇത്രയും ചെയ്യണം, ഇത്രയും ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ, വേറെ വഴിയൊന്നുമില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും നടക്കത്തില്ല എന്ന് തോന്നുന്നു. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങാനും നടക്കുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്കൂടെ ഒരു മെത്തേഡ് കിട്ടുമല്ലോ. അടുത്ത ടൈം ആൻഡ് വർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 14ാമത്തെ ക്വസ്റ്റ്യൻ. A can do a piece of work in 6 days. A can do a piece of work in 6 days. എക്ക് എന്താ 6 ദിവസം കൊണ്ട് ഒരു പണി ചെയ്യാൻ പറ്റും. പിന്നെന്താണ്? B can do the same in 8 days. Bക്ക് 8 ദിവസം കൊണ്ടൊരു പണി ചെയ്യാൻ പറ്റും. Both A and B worked for 3 days. 3 ദിവസം എയും ബിയും പണി ചെയ്തു, എന്നിട്ട് പണി കളഞ്ഞിട്ട് പോയി. The remaining work is completed by C in 2 days. ബാക്കി ഉണ്ടായിരുന്ന വർക്ക് എന്ത് ചെയ്തു? C വന്ന് 2 ദിവസം കൊണ്ട് തീർത്തു. അങ്ങനെയാണെങ്കിൽ how many days B and C together can do 75% of the total work? ടോട്ടൽ വർക്കിൻ്റെ 75% ബിയും സിയും അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീർക്കും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം എ എത്ര ദിവസം കൊണ്ട് പണി ചെയ്യുന്നു? 6 ദിവസം കൊണ്ട് അല്ലേ. ബി എത്ര ദിവസം കൊണ്ട് പണി ചെയ്യുന്നു? 8 ദിവസം കൊണ്ട്. അപ്പോൾ ഞാൻ LCM മെത്തേഡ് വെച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നമ്മൾ എത്ര എടുക്കും? ഇതിൻ്റെ രണ്ടിൻ്റെ LCM ആയിട്ട് ടോട്ടൽ വർക്ക് 24 എന്ന് എടുക്കും. ഇതെന്താണ് നമ്മൾ എടുക്കുന്നത്? ടോട്ടൽ വർക്ക് അല്ലേ. അപ്പോൾ ടോട്ടൽ വർക്ക് 24 ആണെങ്കിൽ എ 6 ദിവസം കൊണ്ട് പണി ചെയ്യുമെങ്കിൽ എ ഒരു ദിവസം ചെയ്യുന്ന പണി എത്രയാണ്? 4. ബി ഒരു ദിവസം പണി ചെയ്യുന്ന എത്രയാണ്? 3. ഈ 4 3 എന്താണ്? എഫിഷ്യൻസി. ഓക്കെ, ഇനി ക്വസ്റ്റ്യന് പറഞ്ഞേക്കുന്ന പോലെ നമുക്ക് ചെയ്യാം. എയും ബിയും 3 ദിവസം പണി ചെയ്തു. അപ്പോൾ എയുടെയും ബിയുടെ ഒരു ദിവസത്തെ പണി എന്ന് പറയുമ്പോൾ 4 3 7 അല്ലേ. 3 ദിവസം പണി ചെയ്യുമ്പോൾ 7 × 3 = 21 പണി തീർന്നു. ബാക്കി അപ്പോൾ റിമൈനിങ് വർക്ക് എത്രയായിരിക്കും? റിമൈനിങ് വർക്ക് ഈക്വൽ ടു 24 ആയിരുന്നു ടോട്ടൽ വർക്ക്. 21 പണി തീർന്നെങ്കിൽ ബാക്കി പണി 3 അല്ലേ. ബാക്കി പണി എത്രയാണ്? സി 2 ദിവസം കൊണ്ട് ചെയ്ത് തീർത്തു. അപ്പോൾ സി 2 ദിവസം കൊണ്ട് ചെയ്ത് തീർത്തെങ്കിൽ 3/2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സിയുടെ എഫിഷ്യൻസി ആയിരിക്കും അല്ലേ. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബിയും സിയും 75% വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. അപ്പം നമുക്ക് ആദ്യമേ വർക്കിൻ്റെ 75% ആദ്യം ചെയ്യാം. 24 ടോട്ടൽ വർക്ക്. 75% എന്ന് പറയുമ്പോൾ 3/4 അല്ലേ. ഇത്രയും പണി ആരൊക്കെയാണ് ചെയ്ത് തീർക്കുന്നത്? ബിയും സിയും. ബി ഒരു ദിവസം 3 പണി ചെയ്യുന്നു, സി ഒരു ദിവസം 3/2 പണി ചെയ്യുന്നു. അപ്പം 3ഉം 3/2 കൂടെ കൂട്ടുമ്പം 3/2 + 3 എത്ര വരും? 9/2 അല്ലേ. അപ്പം 9/2 എന്ന് വരും. ഈ 4ഉം 24 കൂടെ കട്ട് ചെയ്താൽ 6 അല്ലേ. അപ്പോൾ 18 ഡിവൈഡഡ് ബൈ 9 × 2 എന്ന് വരും. 4 days. ആൻസർ ഈസ് 4 days.
അടുത്ത ക്വസ്റ്റ്യൻ ട്രയാങ്കിൾസിൽ നിന്നാണ്, എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഇന്ന ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾ അറ്റ് ബി അല്ലേ. റൈറ്റ് ആംഗിൾ അറ്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ആംഗിൾ അറ്റ് ബി തന്നെ കൊടുത്തേക്കുക. എയും ബിയും സിയും റൈറ്റ് ആംഗിൾ അറ്റ് ബി. എന്താണ് എ ബി ഈസ് 15√3. എ ബി തന്നിട്ടുണ്ട് 15√3. പിന്നെ എന്താണ് ബി സി തന്നിട്ടുണ്ട് 20√3. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. 15√3 20√3 ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് 3A4. 3A4 ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് ഓർമ്മ വരണം 3 4 5. ഉറക്കത്തി വരെ നമുക്ക് ഓർമ്മ വരണം ഈ ട്രിപ്ലറ്റ് അല്ലേ. 3 4 5. അപ്പോൾ 3 4 5 എത്രയാണ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്? 5√3 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു അല്ലേ. 3 × 5√3 ആണ് 15√3. 4 × 5√3 ആണ് 20√3. അപ്പോൾ ഇവിടെ 5 ആയിരിക്കും വരുന്നത്. 5 × 5√3 = എത്ര ആയിരിക്കും? 25√3. പെരിമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ = എല്ലാ സൈഡും കൂട്ടണം അല്ലേ. ഇത് 15, ഇത് 20, ഇത് 25. 25 35 40 20 60√3. പെരിമീറ്റർ = 60√3.